നമസ്കാരം, TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരൂർ പറവണ്ണ ആലിഞ്ചുവട് സ്വദേശി പരീജിന്റെ പുരക്കൽ ദിറാസിനെയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം ജില്ലയിൽ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 15 ലക്ഷം കവിഞ്ഞു. 15,33,233 പേർ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു. 10,87,177 പേർക്ക് ഒന്നാം ഡോസും 4,46,056 പേർക്ക് രണ്ടാം ഡോസും നൽകി. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി യൂത്ത് ലീഗുകാർ മുതിർന്ന ലീഗ് നേതാക്കളെ പൂട്ടിയിട്ടു. മക്കരപ്പറമ്പിലാണ് സംഭവം. മക്കരപ്പറമ്പ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യൂത്ത് ലീഗിനെ അവഗണിച്ചതാണ് പരാതി. അടുത്തിടെയാണ് മക്കരപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കോയ മരിച്ചത്. വാഗൺ ദുരന്തത്തിന്റെ ചരിത്രവും സ്വതന്ത്ര സമരരേഖകൾ ഉൾപ്പെടുത്തി തിരൂരിൽ മ്യൂസിയം വരുന്നു. വാഗൺ ട്രാജഡിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചാണ് മ്യൂസിയം ഒരുക്കുന്നത്. നിലവിൽ തിരൂരിൽ വാഗൺ ട്രാജഡിയുടെ ഓർമ്മക്കായി ടൗൺ ഹാളുണ്ട്. വാഹനാപകടത്തിൽ നട്ടിൽ തകർന്ന യുവാവിന് വീടിനായി തെരുവിൽ പാടി സമാഹരിച്ചത് 9 ലക്ഷം രൂപ. എടക്കര സ്വദേശി മാളിയക്കൽ ജിനേഷിനായാണ് പണം സമാഹരിച്ചത്. സന്നദ്ധ പ്രവർത്തകരും ഓർക്കസ്ട്ര സംഘവും സംയുക്തമായാണ് പണം സമാഹരിച്ചത്. പ്രളയവും കോവിഡ് മഹാമാരിയും തകർത്ത കലാകാരന്മാരുടെ അതിജീവനത്തിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വീട്ടുമുറ്റങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് കലാകാര സമരഭൂമി സംഘടിപ്പിച്ചു. ജില്ലയിലെ പ്രധാന പരിപാടി തിരൂരിൽ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്നു. 2020-2021 വർഷത്തെ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ലൈഫ് ക്ലബ്ബ് തൃക്കണ്ടിയൂർ ആദരിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്ലബിന്റെ ജേഴ്സി പ്രകാശനവും നടന്നു. നഗരസഭാ പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സലാം മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. SFI മുറിവഴിക്കൽ യൂണിറ്റിന്റെ കോപ്പ അമേരിക്ക യൂറോ കപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. സമ്മാനദാനം വാർഡ് മെമ്പർ ഉസ്മാൻ തൈവളപ്പിൽ നിർവഹിച്ചു. SFI യൂണിറ്റ് സെക്രട്ടറി അൽത്താഫ്, CPM ലോക്കൽ കമ്മിറ്റി അംഗം റഷീദ് PP, ബ്രാഞ്ച് മെമ്പർ രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് അരിക്കാഞ്ചിറ നാട്ടുകൂട്ടം SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ 15ഓളം വിദ്യാർത്ഥികളെ ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ V തങ്കമണി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PP കുഞ്ഞിമൂസ, പ്രവേഷ് P, അഡ്വക്കേറ്റ് N സുബ്രഹ്മണ്യൻ, ജയ്സൽ എന്നിവർ പങ്കെടുത്തു. പാലക്കാട് മണ്ഡലം യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ കാട് മൂടിക്കിടന്ന BP അങ്ങാടി GLP സ്കൂളും പരിസരവും വൃത്തിയാക്കി. ഒരു വർഷത്തിലേറെയായി പൂട്ടിക്കിടന്ന സ്കൂളും പരിസരവും കാട് മൂടിയ അവസ്ഥയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ യൂത്ത് കെയർ വളണ്ടിയർമാർ സ്കൂളും പരിസരവും വൃത്തിയാക്കുകയായിരുന്നു. യൂത്ത് കെയർ താൽക്കാട് മണ്ഡലം ചെയർമാൻ നൌഷാദ്, കൺവീനർ CP ജബ്ബാർ എന്നിവർ നേതൃത്വം നൽകി. ഇതോടുകൂടി ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.